സാജിദ്, ഇന്നലെ ഉച്ചയ്ക്കാണല്ലോ ഈ കുട്ടി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഏതാണ്ട് 800 മീറ്റർ അകലെയാണ് ഈ കുളം എന്ന് പറയുന്നു. അത്ര ദൂരം ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് എത്തിയിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണോ? ഈ രണ്ടുപേർ ഈ കുഞ്ഞിനെ കണ്ടിരുന്നു. അത് ഈ ഭാഗത്തു നിന്നല്ല, ഇതിന്റെ നേരെ എതിർ ദിശയിൽ ആണ് ഈ കുഞ്ഞിന്റെ വീട് നിൽക്കുന്നതിന്റെ അപ്പുറ ഭാഗത്തു നിന്ന് രണ്ടുപേർ കണ്ടിരുന്നു. അത് ആയുർവേദ മരുന്നുകളും മറ്റും വീടുകളിലെത്തി വിൽക്കുന്ന ആളുകളാണ്. അവർ ഈ ഭാഗത്തുള്ള ആളുകളല്ല, സ്ഥിരതാമസക്കാരായ ആളുകളല്ല. അവരുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് CCTV-കൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന നടത്തിയത്. എന്നാൽ ഈ കുഞ്ഞിനെ കുറിച്ച് അപ്പോഴും ഒരു വിവരം ലഭിച്ചില്ല. അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കുളത്തിൽ നിന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചിറ്റൂർ നഗരസഭ ചെയർമാൻ സുമേഷ് അച്യുതനെ ഫോണിൽ വിളിച്ച് മന്ത്രി ശിവൻകുട്ടി ഈ കുഞ്ഞിന്റെ ഈ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും കുഞ്ഞിന് എന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും അത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ സാജിദ്. ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കില്ലേ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെയായി ഉണ്ടാകും. ഉച്ചയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഈ കുഞ്ഞിന്റെ പിതാവ് ഈ ഗൾഫിൽ നിന്ന് എത്തുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മോർച്ചറിയിൽ കൂടുതൽ സമയം ഈ മൃതദേഹം സൂക്ഷിക്കുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പോസ്റ്റ്മോർട്ടത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ശരി, ഇതിൽ മരണകാരണം എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകേണ്ടതുണ്ട്. പക്ഷെ എങ്കിലും പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനങ്ങൾ എങ്ങനെയാണ് സാജിദ്? ഈ കുഞ്ഞ് കുളത്തിൽ വീണ് മരിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി അവർ കരുതുന്നത്. മറ്റ് അങ്ങനെ ഈ ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധനയിലാണ് വ്യക്തമാകേണ്ടത്. പ്രാഥമികമായി അങ്ങനെ ഒരു സംശയവും ഇല്ല. എന്നാൽ അങ്ങനെ ചില കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് നഗരസഭാ ചെയർമാനും ആശാവർക്കറും ഉൾപ്പെടെയുള്ള ആളുകളാണ് പറയുന്നത്. അങ്ങനെ ഒരു പരാതി ജനപ്രതിനിധികളിൽ നിന്ന് അടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ അത്തരം അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും. ഇനി പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് ഈ മുങ്ങി മരിച്ചത് ആണോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. അത്തരം പരിശോധനകൾ ഈ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ.